കണ്ണിനെന്താതാവട്ടോ രാവിലെ ഈ 2 ദിവസത്തെ യാത്ര കൊണ്ട് കണ്ണിനും തലക്കൊക്കെ ഭയങ്കര പ്രോബ്ലം. കണ്ണുണ്ടോ എന്തോ മതി, ആകെ മൊത്തത്തിൽ നീര് വന്നിട്ട്, മുഖത്തിൽ നീര് വന്നിട്ട് കണ്ണൊക്കെ എന്തോ മതി. എങ്കിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഒരു സാധനം കാണാൻ പോയാലോ? കണ്ട, ഇത് കൂടാണ് കേട്ടാ. ഇത് കുറേ ആൾക്കാർ കൂടിയിട്ട് നിൽക്കണ. കണ്ണിന് കുത്ത് കിട്ടുമെന്ന് അറിയില്ല. ഒരു സംഭവം കാണിച്ചു തരാം കേട്ടാ. കണ്ട കണ്ട ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നീർച്ചയുടെ വിശേഷങ്ങളും എൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് മോർണിംഗ് ആണ് കേട്ടോ. സംഭവം മോർണിംഗ് എന്ന് പറഞ്ഞാൽ 11 മണി ആയിക്കണം കേട്ടോ. അപ്പം ഞാൻ എണീക്കാൻ കുറച്ച് വൈകി. അപ്പോൾ എണീറ്റ് വന്നതും പല്ലൊക്കെ തേച്ച് നേരെ ഇതിനങ്ങോട്ട് നോക്കിട്ടോ. ഇതിന് രാത്രിക്ക് നോക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീഡിയോസ് എടുത്ത് നോക്കിയതാ. ഇത് കൂട് ഇങ്ങനെ അടച്ചിട്ടിരുന്ന കൂടാണ്, പുതിയ കൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരുന്നു. അത് യൂസ് ചെയ്യാതെ കോഴികളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നപ്പോൾ അതിൽ കുറച്ച് വിരുന്നുകാർ വന്ന് കുടിയിരുന്നിക്കുന്നു. ആ ഒരു സന്തോഷത്തിൽ ആ വിരുന്നുകാരെന്ന് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ കുത്ത് കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ അതിനെ കണ്ട് നേരെ വീട്ടിലോട്ട് കയറിയപ്പോൾ ഇവിടെ തേങ്ങാച്ചോറും ബീഫും, പിന്നെ ഒരു ഭാഗത്ത് നമ്മളെ സക്കറാത്ത് വെള്ളം, പൊറാട്ട ഇരിപ്പുണ്ട്, പിന്നെ ഒരു ഭാഗത്ത് കലക്കിച്ചുട്ടപ്പം ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ മോർണിംഗ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് 10 മണി വരെ ഉറങ്ങി. അത് കാരണമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു പൊറാട്ട എടുത്ത് ബീഫും തേങ്ങാച്ചോറ് ഒരു പൊതിയും കൂടി ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് കയറ്റി വെച്ച്. പെട്ടെന്ന് കേട് വരുമോയെന്ന് അറിയില്ല. ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് നേർച്ചയ്ക്ക്. ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴേക്കും മൗലൂദൊക്കെ ഓതി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ പള്ളിക്കുന്നത്ത് നേർച്ച. ഇനി ഈവനിങ്ങിൽ പെട്ടി പോകലാണ് കേട്ടോ. ആ പെട്ടി പോകുമ്പോൾ ഭയങ്കര വൈബാണ് കേട്ടോ, നല്ല വൈബാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എളാമാൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. എളാമാൻ്റെ വീടും കാര്യങ്ങളൊക്കെ തറവാടിൻ്റെ അവിടെ ഇല്ലായിരുന്നു, അത് പൊളിച്ചു. ഇപ്പോൾ ഒരു വാടകയ്ക്ക് സെൻറ്ററിലാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നതും ഡെറ് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടോ വീഡിയോസ്. അങ്ങനെ എൻ്റെ മുഖം എനിക്ക് തന്നെ ഒരു തടച്ചിൽ പോലെ തോന്നിട്ടോ. കണ്ണൊക്കെ വീങ്ങി ഒരുമാതിരി ഇങ്ങോട്ട് മുഖം ഇങ്ങോട്ട് മുഖത്തിൻ്റെ ഷേപ്പ് കൊണ്ട് വീർത്ത് വന്നു കേട്ടോ. വെയിൽ കൊണ്ടിട്ട് 2 ദിവസം യാത്രയില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്നതും പിന്നെ അമ്പംകുന്നത്തേക്ക് വെയിലത്ത് പോയതും അങ്ങനെ കേട്ടോ. അങ്ങനെ അവിടെ വന്നതും അനിയത്തിയുടെ കുട്ടിയുണ്ട് കേട്ടോ. അനിയത്തിയുടെ കുട്ടീനെ മോളിങ്ങനെ കളിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ മോളോട് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് പ്രസവിച്ചാലോ, എനിക്കൊരു അനിയത്തി കുട്ടീനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെയൊക്കെ. അങ്ങനെ അപ്പോൾ അതിനോൾക്ക് താല്പര്യമില്ല, പക്ഷേ ഇതിനോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സെൻറ്ററിലേക്ക് പോയിട്ടോ. ഇതാണ് ഞങ്ങൾ സെൻറ്റർ കേട്ടോ. ഇതാണ് പള്ളിക്കുന്ന് സെൻറ്റർ. നേർച്ചയുടെ ടൈമിലൊക്കെ ഇവിടെയാണ് കേട്ടോ കളികളൊക്കെ ഉണ്ടാകുക. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കുറേ നേരം നിന്നിട്ടോ. ഒത്തിരി നേരം, കുറച്ചൊന്നുമില്ല, ഒരുപാട് നേരം കളിച്ചിട്ടോ. ഇവിടെ അടിപൊളി കളിയായിരുന്നു, നല്ല DJ പരിപാടിയായിരുന്നു. സൗണ്ട് കേട്ട വല്ലാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിലിട്ട് സംഭാവനയൊക്കെ കൊടുക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമുക്ക് ഫുഡിനുള്ളത് ഇതായ അതിലേക്ക് നേർന്ന അത് സംഭവിക്കും. നമുക്ക് ജോലിയുടെ കാര്യങ്ങളാണെച്ചെങ്കിൽ നിറവേറ്റി അത് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നേർന്ന് വെച്ചാലൊക്കെ അത് ഫലിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതേമാതിരിക്ക് അരി കൊടുക്കേണ്ടവർ അരി കൊടുക്കുക, തേങ്ങ കൊടുക്കേണ്ട തേങ്ങ, കാശ് കൊടുക്കേണ്ട കാശ്, അങ്ങനെ ഒത്തിരി കേട്ടോ. അല്ലാതെ അവർ ചോദിച്ചെങ്ങാണ്ട് ഇങ്ങനെ വരുമൊന്നുമില്ല. നമ്മൾ നേർച്ചയെത്തൊക്കെ അത് നമുക്കൊരു വിശ്വാസം എന്നല്ലേ. എല്ലാവർക്കും ഒന്നും അത് വിശ്വാസം ഉണ്ടാവത്തില്ല, പക്ഷേ ചില ആൾക്കാർക്ക് അതൊരു വിശ്വാസമാണ് കേട്ടോ. പക്ഷേ എനിക്കതൊരു വിശ്വാസമാണ് കേട്ടോ. ഈ നേർച്ചയ്ക്ക് വെക്കൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി നേരമായി സ്വത്തുനതാ ഭയങ്കര വാശിയൊക്കെയായി. സ്വത്ത് കുറച്ച് വാശിയായപ്പോൾ ഞങ്ങൾ ഈ ഓടിൻ്റെ മേലാണ് കയറി കുത്തിരുന്നു. അങ്ങനെ ഓൻ്റെ വാശി കഴിയാതെ അവനെ അടങ്ങത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാരുടെ അടിയിൽ നിന്ന് ആകെ വഷളാക്കും കേട്ടോ. അങ്ങനെ
ഞാനും ഓനും കുറേ നേരം കളിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഓൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വീണ്ടും ഞങ്ങളവിടെ പോയിരുന്ന് കളികളൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നേർച്ചയുടെ വിശേഷം. ഈ ഒരു നേർച്ചയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ പള്ളിക്കുന്ന് കേട്ടോ. പള്ളിക്കുന്ന് എന്ന് ഞാൻ എപ്പോഴും പറയാറില്ല, പള്ളിക്കുന്ന്. ഇതാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ നാടും വീടും ഞാൻ ജനിച്ച സ്ഥലമാണ് കേട്ടോ. എൻ്റെ വാപ്പാൻ്റെ നാട് മൈലാമ്പാടാണ് കേട്ടോ. ഉമ്മാൻ്റെ നാട് പള്ളിക്കുന്ന്. അങ്ങനെ ഒത്തിരി നേരമായിട്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി നേരമായി താഴത്തോട്ട് ഇറങ്ങി പോന്നു, നമുക്ക് പോവാന്നുള്ള അർത്ഥത്തിലേക്ക്. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം കൂടി നിന്നിട്ടാ. അങ്ങനെ കുറച്ച് നേരം നിന്ന് കുറച്ച് ലൈവ് ഉണ്ടായിരുന്നു, അതൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ആക്കി നിന്നു. കാരണം ഇന്നലെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലൈവ് ഒന്ന് ഓപ്പൺ ആക്കി ഒരു 10 മിനിറ്റ് അതിലോട്ട് നിന്ന്. അങ്ങനെ ഞങ്ങളെ നേർച്ചയുടെ രണ്ടാമത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പള്ളിക്കുന്ന് വിശേഷങ്ങളാണ്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.